രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചമേൽ ലോക്സഭയിൽ നടന്ന സംവാദം അല്ലെങ്കിൽ ചർച്ച കേട്ടപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംവാദം അതാണ് ഓർമ്മയിൽ വന്നത്. അവിടെ അതൊരു പതിവാണ്. പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിൽ 3-4 സംവാദങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കും. അതിലാരാണ് മികവ് കാട്ടുക എന്നത് വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകവുമാണ്. ഞാൻ ഈ പറഞ്ഞ ചർച്ചയിൽ പ്രസിഡന്റ് ബൈഡൻ അധികാരത്തിലിരിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം പിന്നാക്കം പോയി എന്നാണ് മാധ്യമങ്ങളും നിരീക്ഷകരുമൊക്കെ പറഞ്ഞത്. ഏതാണ്ട് ഇതിന് സമാനമായ ചർച്ചയാണ് ലോക്സഭയിൽ നടന്നത്. തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങി വച്ച ആ പ്രസംഗം ഒരുപക്ഷെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായിട്ട് കരുതപ്പെടാവുന്ന ഒന്നാണ്. രാഹുൽ ഗാന്ധി ഇതപര്യന്തം സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ ഏറ്റവും മെച്ചം. പിന്നീട് ഇന്നലെ മറുപടി പ്രസംഗത്തിന് എഴുന്നേറ്റ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാനോ മാറ്റി നിർത്താനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഇക്കുറി രാഹുലിൻ്റെ പ്രസംഗത്തിനോടൊപ്പം വന്നോ, അതിന് പറ്റിയൊരു ബദലായിട്ട് മാറിയോ മോദിയുടെ പ്രസംഗം എന്നത് സംശയകരമാണ്. രാഹുൽ ധാരാളം വിഷയങ്ങൾ ഉന്നയിച്ചു. ഈ രാജ്യം നേരിടുന്ന ജീവൽ പ്രശ്നങ്ങൾ അനവധി. അതിനൊന്നും മറുപടി പറയാതെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ, കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ, അതിനാണ് പ്രധാനമന്ത്രി മോദി തയ്യാറായത്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി തുടങ്ങി വച്ച BJP വധം ഇന്നലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളായ മഹുവ മൊയ്ത്ര, കല്യാൺ ബാനർജി, കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ ചേർന്ന് വളരെ വൃത്തിയായിട്ട് പൂർത്തിയാക്കി. വാസ്തവത്തിൽ സർക്കാരിനെതിരായ ഒരു കുറ്റവിചാരണയാണ് പ്രതിപക്ഷം നടത്തിയത്. അവർ ഭരണപക്ഷത്തെ, സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പൊരിക്കുക തന്നെ ചെയ്തു. പാർലമെൻറ്റിലും നിയമസഭയിലും ചർച്ച എന്ന് പറയുന്നത് വെറുതെ പ്രസംഗ മത്സരമല്ല, അത് ഡിബേറ്റാണ്, സംവാദമാണ്. ആ തരത്തിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് വേണം അംഗങ്ങൾ സംസാരിക്കേണ്ടത്. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ വിമർശനങ്ങൾ കൊണ്ട് മൂടും. ഇക്കുറി അതിന് പറ്റിയ എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അത് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ വന്ന പ്രതിപക്ഷ നേതാക്കളും വളരെ ഫലപ്രദമായിട്ട് സർക്കാരിനെ പ്രതിരോധിച്ചു, കുറ്റപ്പെടുത്തി, വിമർശിച്ചു. അതിന് കൃത്യമായ മറുപടിയാണ് വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വളരെ മികച്ച ഒരു പ്രഭാഷകനായ മോദി അതിനു നിൽക്കാതെ പരിഹാസവും അല്ലെങ്കിൽ ആക്ഷേപവും കൊണ്ട് പ്രതിപക്ഷത്തെ നേരിടാനാണ് ശ്രമിച്ചത്. അതിലദ്ദേഹം വിജയിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനദ്ദേഹം അതിസമർത്ഥനാണ് താനും. അദ്ദേഹം ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകൾ ഉതിർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മോദി 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവരിൽ ചിലരൊക്കെ മേശമേൽ ആഞ്ഞിടിക്കുന്നുമുണ്ടായിരുന്നു. രാഹുലിനെക്കുറിച്ച് മോദി നടത്തിയ ബാലക് ബുദ്ധി എന്ന പ്രയോഗമായിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏറ്റവും സൂപ്പർ പ്രയോഗം എന്ന് പറയുന്നത്. അതിനെ പിള്ളബുദ്ധിയെന്നോ ബാലബുദ്ധിയെന്നോ കുട്ടിബുദ്ധിയെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഒരു വെറും ചെറുക്കൻ, ആ ചെറുക്കൻ്റെ വളരെ ബാലിശമായ ചില വർത്തമാനങ്ങൾ, ബാലക് ബുദ്ധിയുടെ വിലാപമെന്നാണ് അതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ചെറിയ കുട്ടികൾ വലിയ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കും, പക്ഷേ അത് സാധിക്കാതെ വരുമ്പോൾ വീണു പോകും. അപ്പോഴത്തെ ഒരു കരച്ചിൽ, വിലാപം. അതുപോലെ തന്നെ കരഞ്ഞ് വിലപിച്ച് മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടാനുള്ള ശ്രമം. അങ്ങനെയൊക്കെയാണ് പേരെടുത്ത് പറയാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ മോദി ചെറുതാക്കി കാണാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു സാധാരണ സൈക്കിൾ കയറുന്ന കാര്യമല്ല. ഇന്ത്യയുടെ തന്നെ ഭരണഭാരം ഏറ്റെടുക്കാനുള്ള കഴിവും മികവുമായാണ് ഇപ്പോൾ ഈ ബാലക് ബുദ്ധി എന്ന് ആക്ഷേപിക്കപ്പെട്ട രാഹുൽ ഗാന്ധി
പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കയറി ഇരിക്കുന്നത്. അത് BJPക്കോ അതിൻ്റെ നേതാവെ മോദിക്കോ അറിയാത്ത കാര്യമല്ല. പഴയ രാഹുലല്ല, പഴയ പ്രതിപക്ഷമല്ല എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷെ പഴയ തന്ത്രമൊന്ന് പയറ്റി നോക്കുക. അതൊന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുമോ, മിനുക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. പണ്ടതായിരുന്നല്ലോ അവർ ചെയ്തിരുന്നത്. പപ്പു എന്ന് വിളിക്കുക, വെറും ചെറുക്കനെന്ന് പറയുക, ഇകഴ്ത്തിക്കാട്ടുക, അങ്ങനെ ഇരുത്താൻ ശ്രമിക്കുക. അത് കുറേയൊക്കെ നടന്നതാണ്, ഫലപ്രദമായതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ നിന്നൊക്കെ വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് സത്യം. മോദിക്ക് സഭയിൽ ആരെയും പരിഹസിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അതുമാത്രമല്ല, സ്പീക്കർ നമ്മുടെ ഓം ബിർളയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വാക്കുകളൊന്നും രേഖകളിൽ നിന്ന് നീക്കുകയില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് പരിഹസിച്ച് വിളിച്ചതുപോലെ ആരെങ്കിലും വാർദ്ധക്യ ബുദ്ധിയെന്നോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെ വികല ബുദ്ധിയെന്നോ മറ്റോ ആരെയെങ്കിലും വിശേഷിപ്പിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഓം ബിർള ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് എന്തും പറയാം. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലൊരു കഥയുണ്ട്, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ. ഇസ്രയേലും ഫിലിസ്തീയ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ദാവീദ് ചക്കന, വെറും ബാലബുദ്ധിയെന്ന് പോലും പറയാൻ പറ്റുമോ എന്നറിയില്ല, വളരെ പയ്യനാണ്, കൊച്ചൻ. അവൻ്റെ 2 ചേട്ടായിമാർ ഇസ്രയേൽ സൈന്യത്തിലുണ്ട്. അവർ ഫിലിസ്തീയക്കാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കുള്ള ഭക്ഷണപദാർത്ഥവുമായിട്ട് അവൻ വരികയാണ്, വീട്ടിൽ നിന്ന് യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഫിലിസ്തീയ പടനായകനായ ഗോലിയാത്തിൻ്റെ ഗർജനം അദ്ദേഹം കേൾക്കുന്നത്. ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ്. ആജാനബാഹുവാണ്, പടച്ചട്ടയണിഞ്ഞ് ആരെയും നേരിടാവുന്ന ധൈര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ബലശാലിയായ പട്ടാള നായകൻ ഇസ്രയേലിനെ ആക്ഷേപിക്കുകയും അവമാനിക്കുന്ന തരത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ബാലക് ബുദ്ധിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പയ്യൻ എന്ത് എന്ന് ചോദിച്ചാൽ, കയ്യിലൊരു കവണയുണ്ടായിരുന്നു, എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. അതെടുത്തു, താഴെ കിടന്ന 3 ഉരുളൻ കല്ലുകളെടുത്ത് കയ്യിൽ വെച്ചു. ഈ ഫിലിസ്തീയക്കാരൻ്റെ നെറ്റി നോക്കി കവണയിൽ നിന്ന് കല്ല് പായിച്ചു. ഗോലിയാത്ത് ഫിലിസ്തീയർ വീണു. ഈ കഥയൊക്കെ ഒന്ന് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ ഒരു ബാലക് ബുദ്ധി അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കും. പിന്നീട് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി. ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ കഥ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ പിൽക്കാലത്ത് വരുന്ന തലമുറയ്ക്ക് വായിക്കാനും അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ്. നന്ദിപ്രമേയ ചർച്ച പോലുള്ള സംവാദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രിയുടെ മികവ് പ്രകടമാകേണ്ടത് പ്രതിപക്ഷം ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക എന്നതിലാണ്. നിങ്ങൾ കേട്ടതാണല്ലോ മോദിയുടെ പ്രസംഗം. രാഹുലിൻ്റെ പ്രസംഗവും നമ്മൾ കേട്ടു. രാഹുൽ ഉന്നയിച്ച അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച എത്ര പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ജീവൽ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായി. 2 മണിക്കൂർ 16 മിനിറ്റ് മോദി മറുപടി പ്രസംഗം നടത്തി. നല്ല കാര്യം. പക്ഷേ ആ സമയമൊക്കെയും പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മണിപ്പൂർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ പതിവില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഈ 2.25 മണിക്കൂറോളം നേരം പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സമയമൊക്കെയും പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് ഒക്കെ മാറിയ പ്രതിപക്ഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നിട്ടും മണിപ്പൂരിനെ കുറിച്ചൊരു വാക്ക് ഉരിയാടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. നീറ്റ് പ്രശ്നം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ ഒരു അടിയന്തര പ്രമേയം വഴി അത് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ സമ്മതിച്ചില്ല. അന്ന് സ്പീക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, നന്ദി പ്രമേയ ചർച്ചയിൽ നമുക്കിത് വിശദമായി സംസാരിക്കാം, അപ്പോൾ ഗവൺമെൻറ് മറുപടി പറയുമല്ലോ എന്ന്. യുദ്ധസമാനമായ രീതിയിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ഒരു ബെഡായി പറച്ചിലല്ലാതെ ഒരു കൃത്യമായ മറുപടി പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായില്ല. എന്ത് യുദ്ധം, എന്ത് നടപടി, എന്ത് പരിപാടി?
രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം എഴുതി കൊടുത്തു ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന്. അതൊന്നും ഉണ്ടായില്ല. നിരവധി പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കർഷകർ നേരിടുന്ന അവരുടെ പരാതികൾ, അങ്ങനെ നാനാവിധ ഇന്നിപ്പോൾ ഇന്ത്യ നേരിടുന്ന സകലമാന പ്രശ്നങ്ങളും പ്രതിപക്ഷം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഒന്നിനു പോലും കൃത്യമായ മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പരാജയം നമ്മൾ കാണുന്നത്. ഏത് ഗണിതശാസ്ത്രജ്ഞനെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില കണക്കുകളും പ്രധാനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2019 തിരഞ്ഞെടുപ്പിൽ NDAക്ക് 353 സീറ്റുകളാണ് കിട്ടിയത്. അതിൽ BJPയുടെ വിഹിതം 303 സീറ്റായിരുന്നു. കോൺഗ്രസ്സിന് കിട്ടിയത് വെറും 52. അതേസമയം 2024 തിരഞ്ഞെടുപ്പിൽ NDAയുടെ സീറ്റെണ്ണം 353 നിന്ന് 293 ഇടിഞ്ഞു. അതുപോലെ തന്നെ BJPക്കും നഷ്ടം സംഭവിച്ചു. 303 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 240 സീറ്റാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. തെലുങ്ക് ദേശവും TDPയും പിന്താങ്ങിയാൽ മാത്രമേ അവർക്ക് ഭരണത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. അതേസമയം കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ 52 സീറ്റിൽ നിന്ന് ഇത്തവണ 99 ഉയർന്നു. അതുപോലെ ഇന്ത്യ മുന്നണി മൊത്തം 234 സീറ്റുകൾ നേടുകയും ചെയ്തു. ഇതാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള താരതമ്യം. അപ്പോഴും നമ്മുടെ മോദിജി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു, NDA ജയിച്ചു, സീറ്റ് പോയതൊക്കെ വേറെ കാര്യം, ഞങ്ങളാ ജയിച്ചത്, തോറ്റത് കോൺഗ്രസ്സാണ്. ഒരു 100 സീറ്റ് പോലും അവർക്ക് കിട്ടിയില്ലല്ലോ, 99 കിട്ടിയോട്ട്. കോൺഗ്രസ് തോറ്റിരിക്കുന്നു. ഈ ഗണിതശാസ്ത്രത്തെക്കുറിച്ച് എന്ത് പറയാനാ? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ആവതല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ അങ്ങനെ കിടക്കട്ടെ. 1951 അന്ന് നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ രാജിവെച്ചതും പിന്നീട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഭഗവാൻ ശിവൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചതുമൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് മോദി തൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു കാരണമാണ് അംബേദ്കർ രാജിവെച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. വാസ്തവത്തിൽ സത്യമല്ല. അന്നൊരു കോൺഗ്രസ് ഗവൺമെൻറ് അല്ല. അംബേദ്കറും അതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും ഹിന്ദു മഹാസഭാ നേതാവ് ഇവരൊക്കെ അടങ്ങുന്ന പല കക്ഷികളിൽപ്പെട്ട ആളുകൾ ചേർന്ന ഒരു മന്ത്രിസഭയാണ്. അന്ന് അംബേദ്കർ ഒരു ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നു. അത് കോൺഗ്രസിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു, മറ്റു പാർട്ടികളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ബില്ലിന് ഏറ്റവും കൂടുതൽ എതിർത്തത് ഹിന്ദു മഹാസഭാ നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയാണ്. വല്ലഭായ് പട്ടേലൊക്കെ എതിർത്ത കൂട്ടത്തിലാണ്. അങ്ങനെ ആ ബില്ല് പരാജയപ്പെട്ടു. അതിൻ്റെ നിരാശയിലാണ് അദ്ദേഹം രാജിവെച്ചത്. അതുപോലെ ജഗജീവൻ റാമിനെ പ്രധാനമന്ത്രിയാക്കിയില്ല, സീതാറാം കേസരി അവമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെയാണ് ശിവ ഭഗവാന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈശ്വര രൂപങ്ങളെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചവരോട് 140 കോടി ജനങ്ങൾ പൊറുക്കില്ല, നൂറ്റാണ്ടുകളോളം ഇത് മറക്കില്ല എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചത് ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇന്ത്യ മറക്കില്ല, ഇന്ത്യൻ പാർലമെൻറ്റ് മറക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രധാനമന്ത്രി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ, വീൺവാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ദളിതർ, പട്ടികവർഗക്കാർ, പിന്നാക്ക വിഭാഗക്കാർ, ഗോത്രവർഗക്കാർ എന്നിവരുടെ വളരെ സൈസബിളായിട്ടുള്ള വോട്ട്, വളരെ നല്ല തോതിലുള്ള വോട്ട് കോൺഗ്രസ്സിന് ലഭിച്ചു എന്ന് BJP മനസ്സിലാക്കുന്നു. നേരത്തെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നീട് അത് പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയതാണ്. അത് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഭീതിയിൽ നിന്നാണ് ഇപ്പോൾ അംബേദ്കറെ ഓർമ്മിപ്പിക്കുന്നത്, ജഗജീവൻ റാമിനെ ഓർമ്മിപ്പിക്കുന്നത്, ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചതിനെ വിമർശിക്കുന്നത്. ശിവഭഗവാൻ അഭയം നൽകുന്ന ഒരാളാണെന്ന അർത്ഥത്തിലാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ചിത്രം ഉയർത്തിക്കാട്ടിയത്. പക്ഷേ BJPക്ക് അത്
എന്തുകൊണ്ടാണ് കൊണ്ടത് എന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗക്കാർ, ദളിതരും പട്ടികവർഗ്ഗക്കാരും ഗോത്രവർഗ്ഗക്കാരും പിന്നാക്കക്കാരും ആരാധിക്കുന്നത് ശിവനെയാണ്. ആ രാഷ്ട്രീയമാണ് ദളിതരും പിന്നാക്കക്കാരും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചന കിട്ടിയതിലുള്ള തത്രപ്പാടാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതിൽ നമ്മൾ കാണുന്നത്. ഹിന്ദുക്കൾക്കെതിരായിട്ട് രാഹുൽ സംസാരിച്ചു എന്നാണ് മോദി പറയുന്നത്. രാഹുൽ പറഞ്ഞത് ഹിന്ദുക്കളെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ അക്രമം കാണിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഇപ്പോൾ മോദി സംസാരിക്കുന്നു. ആദ്യം മോദി ചെയ്യേണ്ടത് അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ ചോർച്ച അടയ്ക്കുക എന്നുള്ളതാണ്. ഭഗവാൻ രാമന് ചോർച്ചയില്ലാത്ത ഒരു ക്ഷേത്രം പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് ഹിന്ദുക്കളെ വിമർശിച്ചു എന്ന് പറഞ്ഞ് രാഹുലിൻ്റെ നേരെ തിരിയുന്നത്. വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ലോക്സഭയിലെ ചർച്ചകൾ തെളിയിക്കുന്നത്. അവരെ നേരിടുന്നതിന് മോദിയും BJPയും സംഘവും ഇനി കൂടുതൽ വിയർക്കേണ്ടി വരും. കൂടുതൽ പരിഹാസ വാക്കുകൾ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ കണ്ടുപിടിക്കേണ്ടി വരും.